ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ നടത്തിയ സമരം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലപ്രദമായില്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ 35% ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. കളക്ടറേറ്റുകളിലും ഹാജർ നില കുറവായിരുന്നു. ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് നടപ്പാക്കുക, തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും ഇന്ന് പണിമുടക്ക് നടത്തിയത്. BJP അനുകൂല സർവീസ് സംഘടനയും സമരത്തിൽ പങ്കെടുത്തിരുന്നു. ജീവനക്കാരുടെ സമരം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലപ്രദമായില്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ 35% ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. 4138 ജീവനക്കാർ ഉള്ളതിൽ 2679 ജീവനക്കാർ ഹാജരായില്ല. 1459 ജീവനക്കാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഹാജരായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, പൊതുഭരണ വകുപ്പ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ജീവനക്കാരും ഹാജരായത്. പബ്ലിക് ഓഫീസിലും വികാസ് ഭവനിലും താരതമ്യേന ഹാജർ നില കുറവായിരുന്നു. അധ്യാപകർ ഹാജരാകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനവും സ്തംഭിച്ചു. പട്ടം PSC ഓഫീസിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് എത്തിയാണ് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്തെ കളക്ടറേറ്റുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.